ഭരണത്തെ LDF കൗൺസിലർമാർ തെറ്റായ പ്രചാരണം നടത്തുന്നതായി UDF കൗൺസിൽ അംഗങ്ങൾ. മണ്ണാർക്കാട് നഗരസഭയിലെ വസ്തുനികുതി പരിഷ്കരണം ഇടത് കൗൺസിലർമാർ തിരഞ്ഞെടുപ്പ് പ്രചാരണായുധമാക്കുന്നതായി UDF ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. മണ്ണാർക്കാട് നഗരസഭയുടെ 2016 ടാക്സ് വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മണ്ണാർക്കാട് നഗരസഭയിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന രാഷ്ട്രീയ പ്രചരണത്തിൽ വലിയ രീതിയിലുള്ള കുപ്രചരണം നടക്കുകയാണ്. മണ്ണാർക്കാട് നഗരസഭയിൽ ടാക്സ് വർദ്ധിപ്പിച്ചത്, അനധികൃതമായിട്ട് ടാക്സ് പിരിക്കുന്നതൊക്കെ മണ്ണാർക്കാട് നഗരസഭയുടെ ഭരണസമിതി പുതിയ ഭരണസമിതിയാണ് എന്നുള്ള രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത് 2020-ലാണ്. 2016 ടാക്സ് റിവിഷൻ നടത്തിയത് അതിൻ്റെ മുൻ ഭരണസമിതിയാണ്. ആ ഭരണസമിതി എടുത്ത തീരുമാനം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത് കൗൺസിൽ അംഗീകാരം കൊടുത്ത് കരട് വിജ്ഞാപനം ഇറക്കി അന്തിമമായി കൗൺസിൽ ആ ടാക്സ് അംഗീകരിച്ചു. പക്ഷേ അന്തിമ വിജ്ഞാപനം ചെയ്തില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ആ അരിയേഴ്സ് ഇത്രയും കൊല്ലം പിരിച്ചെടുക്കാതെ 2023-ലാണ് ഞങ്ങളാണ് അന്തിമ വിജ്ഞാപനം ഇറക്കേണ്ട ഒരു ഗതികേട് വന്നത്. അത് അപ്പോഴാണ് ആ പ്രക്രിയ പൂർത്തിയായത്. പക്ഷെ അത് മുൻ ഭരണസമിതി ചെയ്യാത്തത് ഭരണസമിതിയുടെയും അതുപോലെ തന്നെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും തികഞ്ഞ അനാസ്ഥയാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ജനങ്ങൾക്ക് നികുതി ബാധ്യത വരുത്തിയത് മുൻ ഭരണസമിതിയാണെന്ന വസ്തുത മറച്ചുവെച്ചാണ് പ്രചാരണം നടത്തുന്നത്. അന്നത്തെ ഭരണസമിതിക്ക് സമയം ഏറെ ഉണ്ടായിട്ടും വസ്തുനികുതി പരിഷ്കരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ അന്നത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നു മാത്രമല്ല, അന്തിമ വിജ്ഞാപനവും ഇറക്കിയില്ല. ഭരണസമിതി യോഗം ചേരുകയും 2020 വരെയുള്ള മുഴുവൻ അരിയേഴ്സ് ടാക്സും ഒഴിവാക്കി കൊടുക്കാനുള്ള ഒരു തീരുമാനമെടുത്ത് സർക്കാരിലേക്ക് അനുമതിക്കായി കത്ത് നൽകി. എന്നാൽ 3 മാസക്കാലം അതിനൊരു മറുപടിയും സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടാതെ അതിനുശേഷം വന്ന കത്ത് ചീഫ് സെക്രട്ടറി ഞങ്ങളെടുത്ത തീരുമാനം മരവിപ്പിച്ചതായിട്ടാണ് അറിഞ്ഞത്. ആ കത്ത് വീണ്ടും കൗൺസിൽ ചർച്ച ചെയ്ത് ഇത് ഒന്നുകൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് പോകാൻ തീരുമാനിച്ച് സർവകക്ഷി എല്ലാവരും മന്ത്രിയെ നേരിട്ട് പോകാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 ഫെബ്രുവരി 24 തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചേംബറിൽ പോയിക്കൊണ്ട് അദ്ദേഹവുമായി നേരിട്ട് ഈ കാര്യം ചർച്ച ചെയ്തു. ആ സമയത്ത് അദ്ദേഹം മുൻ ഭരണസമിതിയുടെ അനാസ്ഥക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. തുടർന്ന് നിങ്ങൾക്ക് വികസനം നടത്തണമെന്നുണ്ടെങ്കിൽ ടാക്സ് പിരിച്ചെടുത്തോളൂ, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടിലും അതിനനുപാതികമായിട്ടുള്ള കട്ടിംഗ് വരുമെന്ന് പറയുകയും തുടർന്ന് 21% മണ്ണാർക്കാട് നഗരസഭയുടെ പ്ലാൻ ഫണ്ട് കട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ നിലവിലെ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷമാണ് നടപടികൾ പൂർത്തിയാക്കിയത്. ജനങ്ങളുടെ നികുതി ബാധ്യത കുറയ്ക്കാനായി 2016 മുതലുള്ള 5 വർഷത്തെ നികുതി ഒഴിവാക്കാനും 3 വർഷത്തെ നികുതി പിരിച്ചെടുക്കാനും ഐക്യകണ്ഠേന കൗൺസിൽ തീരുമാനമെടുത്ത് സർക്കാരിന് കത്തു നൽകി. സർവകക്ഷി പ്രതിനിധികളുമായി വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ടും കാര്യങ്ങൾ ബോധിപ്പിച്ചു. എന്നാൽ ഇളവ് റദ്ദു ചെയ്യുക മാത്രമാണ് സർക്കാർ ചെയ്തത്. കിട്ടിയ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് പിഴപ്പലിശ ഒഴിവാക്കി എന്നുള്ള ഒരു ഉത്തരവാണ് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഡിമാൻഡ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത്, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആണ് പത്രസമ്മേളനം നടത്തി അന്തിമ വിജ്ഞാപനം ഇറക്കിയില്ല, അനധികൃത പണപ്പിരിവാണെന്ന് പത്രസമ്മേളനം നടത്തിയത്. ഞങ്ങൾ അവരെ വെല്ലുവിളിച്ച് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ സർക്കാരല്ലേ, നമ്മളെടുത്ത ഐക്യകണ്ഠേനെടുത്ത കൗൺസിലിൻ്റെ തീരുമാനം ഞങ്ങൾക്ക് നടപ്പാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ സമീപിച്ച ഒരു ഉത്തരവായി വന്നാൽ മണ്ണാർക്കാട് നഗരസഭയിൽ ഇപ്പോൾ ടാക്സ് അടച്ച ആളുകളുടെ നികുതി കൂടി അടച്ച സംഖ്യ കൂടി വരും വർഷങ്ങളിലേക്ക് ഞങ്ങൾ വകവെച്ചു കൊടുക്കാൻ തയ്യാറാണ്. മണ്ണാർക്കാട് ഭരണസമിതി സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഭരണസമിതിയാണ്, അല്ലാതെ പിടിച്ചുപറിക്കാരുടെ ഭരണസമിതിയാണ്. ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും തെറ്റായ പ്രചരണം നടത്തുകയാണ് ഇടത് കൗൺസിലർമാർ എന്ന് ചെയർമാൻ C. മുഹമ്മദ് ബഷീർ പറഞ്ഞു. ആ മേഖലകളിലും പരാജയപ്പെട്ട സർക്കാർ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ്. ഏത് കാര്യമെടുത്ത് നോക്കിയാലും അവിടെയൊക്കെ അധികാര വികേന്ദ്രീകരണത്തിന് പകരം അധികാര ഉന്നതങ്ങളിലേക്ക് അധികാരം കവർന്നെടുക്കുന്ന സർക്കാരായിക്കൊണ്ട് മാറി. കാരണം നമുക്കറിയാം, ഒരു സാധാരണക്കാരനൊരു വീട് കൊടുക്കാൻ ആദ്യമൊക്കെ ഒരു ഭരണസമിതി തീരുമാനിച്ച് ഒരു ഗ്രാമസഭയിൽ നിന്ന് ലിസ്റ്റ് വന്ന് അവിടെ ചർച്ച ചെയ്തിട്ടൊക്കെയാണ് വീട് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത് കുടുംബശ്രീയുടെ മേലെ നിന്നും ലിസ്റ്റ് വരികയാണ്. ലൈഫായാലും PMAY ആയാലും ഒക്കെ
അതിലൊക്കെ സർക്കാർ കൈകടത്തി എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു അധികാരമില്ല. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് ആ വാർഡിൽ ഏറ്റവും പാവപ്പെട്ട ഒരാൾക്ക് ഒരു വീട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കഴിയാത്തൊരവസ്ഥയാണ്. വസ്തുനികുതി ഇളവ് നടപ്പാക്കണമെങ്കിൽ സർക്കാർ അനുമതി അത്യന്താപേക്ഷിതമാണ്. നിയമപരമായി ജനങ്ങളെ സഹായിക്കാൻ കഴിയുമോ എന്ന് ഭരണസമിതി ഇനിയും പരിശോധിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു. നഗരസഭാ ഉപാധ്യക്ഷ കെ പ്രസീത, സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ബാലകൃഷ്ണൻ, മറ്റു UDF മുനിസിപ്പൽ കൗൺസിലർമാരും ചെയർമാനൊപ്പം ഉണ്ടായിരുന്നു. നവവാസന്തം പ്രിയതാരുണ്യമായി പൊന്നാതിരേ മണ്ണാർക്കാടിന് ഇനി പുതിയ വസന്തം. വസന്തം വെഡിംഗ് കാസൽ.